ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എ ചാനൽ. ഞാൻ കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നതാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം എന്നുള്ളത്. എൻ്റെ ദിവസങ്ങൾ ഇങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്ത ദിവസങ്ങളായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാതിരുന്നത്. പക്ഷെ ഇന്ന് വെറുതെ ഒന്ന് എടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇപ്പം രാവിലെ ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. യൂഷ്വലി ജോലിക്ക് പോകാത്ത ദിവസങ്ങളിൽ ലേറ്റായിട്ട് തന്നെയാണ് എഴുന്നേക്കാറ്. പക്ഷെ ഇന്ന് നമ്മൾ പൊന്മുടിയിൽ പോകണം എന്ന് വിചാരിച്ചിരുന്ന ദിവസമാണ്. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഉറങ്ങിപ്പോയി. 4 മണിക്ക് അലാമൊക്കെ വെച്ചിട്ട് രണ്ടുപേരും ഉറങ്ങിപ്പോയി. രാവിലെ പോകണം എന്നായിരുന്നു. പിന്നെ എഴുന്നേറ്റപ്പം 10 മണി കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ബ്രഷൊക്കെ ചെയ്ത് ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് ഇപ്പം 10:45 കാണാവോ? 10:45 ഇനി ഇപ്പോൾ പോയി ഫുഡ് കഴിക്കണം, ബ്രേക്ക്ഫാസ്റ്റ്. ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുമെന്നൊന്നും അറിഞ്ഞുകൂടാ. ഇന്നത്തെ ദിവസം ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടോ എന്നുള്ളത് അറിഞ്ഞുകൂടാ. കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ട്. ഞാൻ വല്ലപ്പോഴൊക്കെ ആയിരിക്കും വീട്ടിലുണ്ടാവുക. ഇപ്പോൾ പിന്നെ UHWCയിലോട്ട് വന്നതിന് ശേഷം സൺഡേയ്സൊക്കെ ഞാൻ വീട്ടിലുണ്ടാവും. പിന്നെ ഇതിൻ്റെ ഇടയിൽ വന്ന ലീവാണ്. ഞാൻ ഇന്ന് ലീവ് എടുത്തു. ഇന്നലെയും മെഞ്ഞാന്നൊക്കെ പബ്ലിക് ഹോളിഡേയ്സ് ആയിരുന്നു. പക്ഷെ ഇന്നാണ് ഞാൻ ലീവ് എടുക്കുന്നത്. ഇന്നലെയും ലീവായിരുന്നു, ഇന്നും ലീവായിരുന്നു. ഫസ്റ്റ് ഡേ ഞാൻ പോയി ഡ്യൂട്ടിക്ക്. പേഷ്യൻ്റൊക്കെ കുറവാണ്. യൂഷ്വലി പബ്ലിക് ഹോളിഡേയ്സ് വരുന്ന സമയത്ത് പേഷ്യൻ്റ് നമ്മളും ഹോളിഡേ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് കുറവായിരിക്കും. അപ്പം ഇന്ന് ഞാൻ പോകുന്നില്ല. അപ്പം എത്ര അപ്പം പറഞ്ഞല്ലേ, ഇനി പോയി ഫുഡ് കഴിക്കണം. ഫുഡിന് എന്താണെന്നുള്ളത് പോയി നോക്കാം. ഫുഡ് കഴിക്കണം. കുറച്ച് ക്ലീനിങ് പരിപാടിയുണ്ട്, അത് ചെയ്യണം. പിന്നെ വാഷിംഗ് മെഷീനിൽ ഞാൻ കുറച്ച് ബെഡ്ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അതിനൊന്ന് ജസ്റ്റ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വാഷിംഗ് മെഷീനിലിടണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പം വെൽക്കം ടു മൈ ഡേ ഇൻ മൈ ലൈഫ്. ഈ ഒരു വ്യൂ നിങ്ങൾ പല റീലിലും കണ്ടിട്ടുണ്ടാവും. നമ്മൾ മേളിലൊന്ന് ഇറങ്ങി വരുന്നതിൻ്റെ അവിടെ ഉള്ളൊരു ക്ലോക്കാണ്. രാവിലെ ഇറങ്ങി നമ്മുടെ ചെടികളെയൊക്കെ ഒന്ന് നോക്കും. ഇത് നമ്മളന്ന് നമ്മുടെ കുഴിപ്പള്ളത്തുനിന്ന് വാങ്ങിച്ച ടിഷ്യൂ കൾച്ചർ വാഴയാണ്. ഇതപ്പം തന്നെ വാങ്ങിച്ച പപ്പായയാണ്. 15 രൂപ എന്തോ ഉണ്ടായിരുന്നുള്ളൂ. അത് കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് നടാൻ കുറച്ച് ലേറ്റായി, അതുകൊണ്ടാണ് കായ്ക്കാൻ ഇത്ര ലേറ്റായത്. കുറച്ച് ദിവസം നമ്മൾ കവറിൽ തന്നെ വെച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരുന്നു നട്ടത്, സമയം കിട്ടിയപ്പോൾ. ഇത് ബാക്ക് സൈഡാണ് വീടിൻ്റെ. ഒരു പപ്പായ കുറച്ച് വലുതായിട്ട് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ എന്തോ ഒരു ചെറിയ കേട് വന്നിട്ട് അവിടെ കുറച്ച് പൂക്കൾ ചീത്തായിപ്പോയി. പിന്നെ മുകളിലോട്ടുള്ളത് നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇതിനെയൊക്കെ വന്നൊന്ന് കാണും. ഡ്യൂട്ടിക്ക് പോകാത്ത ദിവസങ്ങളിൽ, എല്ലാ ദിവസവും ഒന്നും വന്ന് കാണാറില്ല. ഏതൊക്കെ മീനുണ്ടെന്ന് ചൂര ഇവിടെ ഇരിക്കണം. ചൂര കാണിക്കണോ? നല്ല കുഴപ്പമില്ല. ഉച്ചയാവാറായി. എന്നാലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ദോശയുണ്ട്, ഉരുളക്കിഴങ്ങ് കറിയുണ്ട്. ഇന്നലത്തെ ബീഫിന്റെ കുറച്ചുണ്ട്. ഞാൻ ഇന്നലെ എൻ്റെ വീട്ടിലായിരുന്നു. അപ്പം അവിടെ ബീഫ് ചേച്ചിക്കൊക്കെ അലർജിക്കാണ്. ഞാനും ചിക്കു മാത്രമേ കഴിക്കുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് വയ്ക്കുന്നത്. ഞാൻ, ചിക്കു, പിന്നെ റബേക്ക കുറച്ച് കഴിക്കും. അങ്ങനെ ഞങ്ങൾ 3 പേരും കഴിക്കാനുള്ളത് കൊണ്ട് നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് തന്നെ തന്നു കിട്ടും. അപ്പം അത് നമ്മൾ ഇന്നലെ നൈറ്റ് കഴിച്ചു. ചപ്പാത്തിയും ബീഫായിട്ട് കഴിച്ചു. ഉച്ചയ്ക്ക് പാൽക്കപ്പയും ചോറും ബീഫും ആയിരുന്നു. പിന്നെ അതിൻ്റെ കുറച്ചുണ്ട്. ചിക്കു കടയിൽ പോയിട്ടില്ല. ചിക്കു പള്ളിയിൽ പോയിക്കാണ്. അവൻ വരുമ്പോഴത്തേനും വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ അവൻ്റെ വീഡിയോ എടുക്കാം. എൻ്റെ ഈ ജോലിക്ക് പോകാത്ത ദിവസങ്ങളാണ് ഇങ്ങനെ ഭയങ്കര സ്ലോയിൽ പോകുന്നത്. അല്ലാത്ത ദിവസങ്ങൾ ഇങ്ങനെയൊന്നും അല്ല. അപ്പം എന്തായിരുന്നാലും ജോലിക്ക് പോകാത്ത ദിവസത്തിന്റെ ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ആദ്യം എടുക്കാമെന്ന് വിചാരിക്കുന്നത്. വേറെ ദിവസം ജോലിക്ക് പോകുന്ന ദിവസത്തിന്റെ വീഡിയോ എടുക്കാം. ചായ ഞാനിപ്പം ഷുഗർ ഇടാറില്ല. ഒരു 2 മാസത്തോളായിട്ട് ഷുഗർ ഇടാതെയാണ് ചായ കുടിക്കുന്നത്. നമ്മൾ എണീറ്റപ്പോഴേ 7 മണിയായി. കേക്കണോ? ഓ 4 മണിക്ക് അലാറം വെച്ചിട്ട് 7 മണിക്ക്. അല്ല, 5 മണിക്ക് പോകുന്ന പറഞ്ഞു.
ബൈ പറയാൻ ഞാൻ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് എടുത്തോണ്ടിരിക്കും. എന്നെ കുറിച്ച് 2 വാക്ക്. എന്ത് ചെയ്യാൻ ഇന്ന് ജോലിക്ക് പോവാതെ വീട്ടിൽ നിന്ന് കയറി കിടക്കുന്നു. എന്തിനെന്ന് അറിയത്തില്ല. റെസ്റ്റ് എല്ലാ ദിവസവും ജോലിക്ക് പോയാൽ ശരിയാവില്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ജോലിക്ക് പോയി. നമ്മളെ എല്ലാ ദിവസവും ജോലിക്ക് വേണ്ട ആവശ്യമില്ല. ഇടയ്ക്ക് നമ്മൾ റെസ്റ്റ് എടുത്ത് വീട്ടിലൊക്കെ നിന്ന് ഉറങ്ങണം. ജോലിക്ക് റെസ്റ്റ് ഇല്ലാത്ത ഒരാളാണ് ചിക്കു. കഴിഞ്ഞ 6 മാസമായി നമ്മുടെ ജ്വല്ലറി തുടങ്ങിയ ശേഷം 6-8 മാസമായി ജ്വല്ലറി തുടങ്ങിയതിന് ശേഷം റെസ്റ്റ് ഇല്ലാതെ ജോലിക്ക് പോകുന്ന ചിക്കുന് സൺഡേയും ഹോളിഡേ ഇല്ല. ബൈ പറ. പ്രൊമോഷന് വേണ്ടി കൊതിക്കുന്നു. പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഇരിക്കണതാ പ്രൊമോഷൻ. നല്ല വെയിലായി. കയ്യിലാ ഗ്ലൗസ് എല്ലാം ഇട്ടിട്ട് പോവാത്തുണ്ട്. എന്റെ ഭാര്യ എനിക്ക് വേണ്ടി വാങ്ങി തന്ന സൺസ്ക്രീൻ എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഓരോ ക്യാമറ ആംഗിളൊക്കെ മാറ്റി വെച്ച് എസ്തെറ്റിക് ആയിട്ടൊന്നും വീഡിയോസ് എടുക്കാൻ സത്യം പറഞ്ഞാൽ അറിയത്തില്ല. എന്ന് വെച്ചാൽ എനിക്ക് വ്ളോഗ് ചെയ്യാൻ ഇഷ്ടമാണ്. കോളേജിൽ പഠിക്കുമ്പോൾ തൊട്ടേ വ്ളോഗ് ചെയ്യാനൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ആ ഒരു ഇഷ്ടത്തിന്റെ പുറത്താണ് ഞാൻ ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. എന്റെ റൂംമേറ്റ്സിനൊക്കെ അറിയാം. ഞാൻ അപ്പോഴേ പറയാമോ എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നൊക്കെ. 2017 ആ ഒരു സമയത്തൊക്കെ ആ സമയത്തൊക്കെ എനിക്കൊന്ന് വ്ളോഗിങ് ഒക്കെ സ്റ്റാർട്ട് ആവുന്നതേ ഉള്ളൂ. ഇപ്പൊ ആലോചിക്കുമ്പോ അപ്പോഴേ ഒരു ചാനലൊക്കെ തുടങ്ങിയിരുന്നെങ്കിൽ. പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ അറിയത്തില്ലായിരുന്നു കേട്ടോ. എഡിറ്റ് ചെയ്യാൻ അറിയത്തില്ല. ഫോണ് നമ്മുടെ നോർമൽ ഫോണായിരുന്നു. പക്ഷെ ഞാൻ ഈ ചാനൽ തുടങ്ങുമ്പോഴും നോർമൽ ഒരു സാംസങ്ങിന്റെ ഫോൺ തന്നെയായിരുന്നു. തുടക്കത്തിലുള്ള വീഡിയോസ് ഒക്കെ കണ്ടാൽ അറിയാം. അങ്ങനെ ഒരുപാട് ക്ലാരിറ്റിയോ വോയിസിൽ ക്ലാരിറ്റിയോ ഒന്നും ഇല്ലാത്ത വീഡിയോസ് തന്നെയായിരുന്നു അന്ന്. പക്ഷെ സ്റ്റാർട്ട് ചെയ്തിരുന്ന ഇപ്പൊ കുറച്ചധികം ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടാവുമായിരുന്നിരിക്കും കോവിഡിനൊക്കെ മുന്നേ. അപ്പൊ എന്തായിരുന്നാലും ഇനി കുറച്ച് ബെഡ്ഷീറ്റ് വാഷ് ചെയ്യാൻ ഇടാനുണ്ട്. ഇതൊക്കെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നല്ല ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. നമ്മുടെ സെയിലിന്റെ ഇപ്പോഴും സെയിൽ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഏതായാലും ഞാൻ ഇത് സെയിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഓർഡർ ചെയ്തിട്ട് 2-3 ദിവസമായി വീട്ടിൽ വന്നിട്ട്. ഞാൻ വീട്ടിൽ പോയപ്പോൾ എടുത്തിട്ട് വന്നതാണ്. ചേച്ചിക്ക് 2-3 പ്രോഡക്ട്സ് ഒക്കെ ഓർഡർ ചെയ്യണമായിരുന്നു. അതാണ് ഞാൻ വീട്ടിൽ ഓർഡർ ചെയ്തത്. ഇത് ഒരു ബെഡിങ് സെറ്റ് ആണ്. ഇതിന് പില്ലോ കവറും നമ്മുടെ കംഫർട്ടറും ഒക്കെ വരുന്നുണ്ട്. ഇത് ബെഡ് സ്പ്രെഡ് മാത്രമേ ഉള്ളൂ ഇപ്പൊ കയ്യില്. ഇതിന്റെ കംഫർട്ടർ വീട്ടിലിരിക്കുവാണ്. ഇത് വേറൊരു സെറ്റാണ്, ബെഡിങ് സെറ്റ്. ഇതെനിക്ക് ഏകദേശം നമ്മളിപ്പോ ബെഡിൽ ഇട്ടിട്ടുള്ള ഒരു സിമിലർ പ്രിന്റ് ഒക്കെയാണ് വരുന്നത്. പക്ഷെ അത് സെപ്പറേറ്റ് ആയിരുന്നു. അതൊരു പില്ലോ ഞാൻ സെപ്പറേറ്റ് വാങ്ങിച്ചതായിരുന്നു. ഇപ്പൊ എന്റെ കയ്യിലുള്ള കംഫർട്ടറൊക്കെ ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെയാണ് ഓർഡർ ചെയ്തത്. ആ ഒരു 2023 സെയിലിൽ ഞാൻ ഓർഡർ ചെയ്തായിരുന്നു. പക്ഷെ ആ സമയത്ത് ഞാൻ ബെഡിങ് സെറ്റ് ആയിട്ടല്ല, സെപ്പറേറ്റ് ബെഡ് സ്പ്രെഡും കംഫർട്ടറും ഒക്കെ സെപ്പറേറ്റ് ഓർഡർ ചെയ്തായിരുന്നു. അതിനുശേഷം ഒരു ബെഡ്ഷീറ്റ് ഷോപ്പിംഗ് ഇപ്പോഴാണ്. അതിന്റെ ഇടയിലൊന്നും ഞാൻ ഷോപ്പ് ചെയ്തിട്ടില്ല. ആ സമയത്ത് എനിക്ക് 2-3-4 സെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്റെ വെഡിങ്ങിന് ഫ്രണ്ട്സ് ഒക്കെ ബെഡ് സ്പ്രെഡ് ഒക്കെ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് കുറച്ച് 5-6 പേരുണ്ട് ബെഡ് സ്പ്രെഡും കംഫർട്ടറും ഒക്കെ ആയിട്ട് ഞാൻ മാറി മാറി എടുക്കാറുണ്ടായിരുന്നു. അതിനുശേഷം ഞാനായിട്ട് ഇപ്പോഴാണ് ഷോപ്പ് ചെയ്യുന്നത്. ഇത് ഒരു സെറ്റാണ്. ഇതിന്റെ പില്ലോ കവർ പിന്നെയും വീട്ടിലാണ്. എനിക്ക് ഇന്നലെ സ്കൂട്ടറിലായതുകൊണ്ട് എല്ലാം കൂടെ ഒന്നിച്ച് എടുത്തോണ്ട് വരാൻ പറ്റിയില്ല. അപ്പൊ കുറച്ചായിട്ടാണ് ഞാൻ എടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇന്നലെ ഇത്രയും സാധനങ്ങൾ കൊണ്ടുവന്നു. ഇനി ഒരു കംഫർട്ടറും ഇതിന്റെ ഒരു പെയറായിട്ട് വരുന്ന കംഫർട്ടറും ഇതിന്റെ എല്ലാം പില്ലോ കവറും ഉണ്ട്. പില്ലോ കവർ ഞാൻ സൈഡ് ഒരിക്കൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ട് വാങ്ങിച്ചു വെച്ചിട്ടേ ഉള്ളൂ. ഇനി പോകുമ്പോ എടുത്തിട്ട് വരണം. അപ്പൊ ഇത്രയൊക്കെയാണ്. ഇനി ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്യാൻ ഇടണം. ഫസ്റ്റ് ടൈം ആവുമ്പോൾ ഒന്ന് വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എനിക്ക് ഇത് ആദ്യം വാഷ് ചെയ്യണം. ഇത് സെപ്പറേറ്റ് ഇതിന്റെ വാഷ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അതാണ് ഇനി അടുത്ത പരിപാടി. പിന്നെന്താ, എന്റെ വെഡിങ്ങിന്റെ പ്രിപ്പറേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേർത്തിട്ടൊരു വീഡിയോ ഒക്കെ ഇടാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും പ്ലാൻ ചെയ്യും. നമ്മുടെ ചിങ്ങ സമയത്ത്, ആ സമയത്താണല്ലോ കൂടുതല് നമുക്ക് കല്യാണം കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷെ ആ സമയം ഞാൻ എന്തായിരുന്നാലും തിരക്കായിരിക്കും. നീറ്റ് PG എക്സാം ഒക്കെ ആ സമയമാണ് വരുന്നത്. അപ്പൊ എനിക്കൊരു വീഡിയോ ഉണ്ടാക്കേണ്ട ഒരു മൂഡിലൊന്നും ആയിരിക്കില്ല. അങ്ങനെയാണ് ഓരോ തവണയും ആ ഒരു സമയം കഴിഞ്ഞു പോകുന്നത്. ഇത്തവണ എന്തായിരുന്നാലും ഞാൻ ഉടനെ തന്നെ ഒരു വീഡിയോ ചെയ്യും.
അതും എനിക്ക് കുറെ പറയാനുണ്ട്. അത് എത്രത്തോളം എനിക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. കാരണം പ്രസന്റേഷൻ എൻ്റെ അത് വളരെ മോശമാണ്. അപ്പൊ പ്രസന്റ് ചെയ്യാനൊക്കെ ഇനി പഠിക്കണം. എന്നാലും എനിക്ക് പറ്റുന്ന പോലെ ഞാൻ പ്രസന്റ് ചെയ്യാം. ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ. അപ്പൊ നമുക്കിനി കൊണ്ട് വാഷിംഗ് മെഷീൻ ഇടാം. നമുക്ക് ഇത്രയും ഡ്രസ്സ് ഫോൾഡ് ചെയ്യാനുണ്ട്. ഏകദേശം ഒരു 2 വീക്കിന്റെ ഡ്രസ്സുണ്ട്. 2 വീക്കല്ല, ഒരു 3 വീക്ക് 4 വീക്കിന്റെ ഡ്രസ്സ് ഉണ്ടാവും. ഞാനിങ്ങനെ ലീവ് കിട്ടുന്ന സമയത്തായിരിക്കും ഫോൾഡ് ചെയ്തൊക്കെ വെക്കാറ്. കഴിഞ്ഞ സൺഡേ, അതിന് മുന്നത്തെ സൺഡേ ഞാൻ വീട്ടിലേ ഉണ്ടായിരുന്നില്ല. അപ്പം പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചിക്കു മുന്നേ ചെയ്യുമായിരുന്നു. പക്ഷെ ചിക്കുവിനെ കാണാൻ കൂടിയില്ല. കാരണം നമ്മള് ജാനുവരിയിൽ ജ്വല്ലറി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മള് രാത്രിയൊക്കെ ആയിരിക്കും കാണാറുള്ളത്. അതിന് മുന്നേ ആണെങ്കിൽ അവൻ ഉണ്ടാവുമ്പോൾ അവനെല്ലാം ചെയ്യുമായിരുന്നു. അപ്പൊ ഇപ്പൊ എനിക്ക് സമയം കിട്ടുന്ന സമയത്താണ് ഈ ഫോൾഡിങ് പരിപാടികളൊക്കെ ചെയ്യാറ്. അപ്പൊ ഇന്ന് വേറെ പണിയൊന്നുമില്ല. അപ്പൊ ഇതങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ ഞാനൊരു റൂം ടൂറോടെ പറ്റുവാണെങ്കിൽ ആഡ് ചെയ്തിരിക്കാം. അപ്പം ഇത്രയും ഫോൾഡ് ചെയ്യാനുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് പാട്ടൊക്കെ ഇട്ട്, മോസ്റ്റ്ലി ക്രിസ്ത്യൻ സോങ് ആയിരിക്കും. എനിക്ക് ക്രിസ്ത്യൻ സോങ്സ് ഒക്കെ കേട്ട് ഓരോന്ന് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഫ്രീ ടൈമിൽ ഇതുപോലെ ഡ്രസ്സ് ഫോൾഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ കബോർഡ് അടുക്കി വയ്ക്കുമ്പോഴൊക്കെ ഞാൻ പാട്ടൊക്കെ കേട്ടിട്ടായിരിക്കും ചെയ്യുന്നത്. നമ്മളൊരു ബെഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. വന്നിട്ട് മാട്രസ്, സ്ലീപ്പി ഹെഡിന്റെ. മോകുട്ടന്റെ വീട്ടിൽ ഇപ്പൊ വാങ്ങിച്ചതേ ഉള്ളു അല്ലേ? ഒരു 15 മിനിറ്റ് ഉണങ്ങി കിട്ടും. നല്ല വെയിലുണ്ട്, നല്ല ചൂടുണ്ട്. ഒരു 15 മിനിറ്റ് നമ്മള് വാഷിംഗ് മെഷീനിൽ ഓൾമോസ്റ്റ് ഡ്രൈ ആയിട്ടുണ്ടാവില്ല. പിന്നെ കുറച്ചേ ഡ്രൈ ആവുണ്ടാവും. നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വരുമ്പോഴത്തേനും ഇത് റെഡിയാവും. എന്നിട്ട് നമ്മുടെ കംഫർട്ടർ ഇടണം. വാഷിംഗ് മെഷീൻ റൊട്ടേറ്റ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടാണ് ഞാൻ താഴോട്ട് പോയത്. പക്ഷെ തിരിച്ചു വന്നപ്പോഴത്തേനും അതിനകത്തു നിന്ന് ഒരു കരിഞ്ഞ മണമൊക്കെ വരുന്നു ഞാൻ ഓപ്പൺ ചെയ്ത സമയത്ത്. അപ്പം അതിനെന്തോ പറ്റിപ്പോയി. അമ്മൂന്ന് ലീവായിരുന്നു, അവൾക്ക് കുറേ വർക്കൊക്കെ ചെയ്യാനുണ്ട്. അപ്പം അത് അവൾ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ലഞ്ചിന് നമുക്ക് അവിയലും മീനച്ചാറും പപ്പടവും ഒക്കെയാണ്. നമ്മുടെ ഇന്നത്തെ പരിപാടികൾ ഏകദേശം കഴിഞ്ഞു. ഇനി റൂം ജസ്റ്റ് ഒന്ന് തൂക്കാനുണ്ട്, വിൻഡോസൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്താനുണ്ട്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പരിപാടികൾ. ഇനി അപ്പോൾ പോയി ലാസ്റ്റ് നമുക്കിനി റെസ്റ്റ് എടുക്കേണ്ട സമയമാണ്. കുളിച്ചിട്ട് ചായയൊക്കെ കുടിച്ച് ജസ്റ്റ് വിൻഡോ ഒക്കെ ഓപ്പൺ ചെയ്തിട്ട് ഇനി റിലാക്സ് ചെയ്യണം. അപ്പോൾ കുളിച്ചിട്ട് വന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ വാഷിംഗ് മെഷീൻ ചീത്തയായി പോയതുകൊണ്ട് കുറച്ച് തുണികൾ കഴുകാനുണ്ടായിരുന്നു. അതുകൂടെ കഴുകിയിട്ടിട്ടുണ്ട്. നമ്മുടെ പരിപാടി ഏകദേശം കഴിഞ്ഞു. ചായ കുടിക്കും. ചിക്കു ഇന്ന് കുറച്ച് നേരത്തെ വന്നിട്ടുണ്ട്. സാധാരണ അവനൊരു 6 മണിയൊക്കെ ആകുമ്പോൾ, ഞാൻ ജോലി കഴിഞ്ഞ് വരുന്നതിന് മുന്നേ അവൻ ജിമ്മിൽ പോകാനായിട്ട് വരും. പക്ഷെ ഇന്ന് നമുക്ക് ട്രിവാൻഡ്രം വരെ പോകണം. അപ്പോൾ അതിന് മുന്നേ കാറൊക്കെ കഴുകിയിട്ട് ജിമ്മിൽ പോകാൻ കണക്കാക്കിയിട്ടാണ് കുറച്ച് നേരത്തെ വന്നത്. 4:45 5 മണിയൊക്കെ ആയിട്ടുള്ളൂ.
അപ്പം ഇനി കാറ് കഴുകലാണ്. ഞാൻ ഒന്നിനുമില്ല, ഞാൻ ഇനി കുളിച്ച് ഫ്രഷായി. നല്ല വെയില്, സൺകിസ്റ്റ്. എന്തായാലും ഇന്ന് ദിവസം കുറേ കാര്യങ്ങൾ ചെയ്തു. നല്ല രസമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാറിൻ്റെ ഓണർ ഞാനാണെങ്കിലും കാറ് കഴുകുന്നത് ചിക്കുവാണ്. അപ്പോൾ ഞാൻ അതൊരു ജോലിയായിട്ട് കൊടുത്തിരിക്കുന്നതാണ്, കാറ് കഴുകുക എന്നുള്ളത്. പിന്നെ എനിക്ക് ആവശ്യം വരുമ്പോൾ വണ്ടി ഓട്ടിക്കാനും പുള്ളിയെ തന്നെയാണ് ഞാൻ വിളിക്കാറ്. ഞാൻ പാട്ടത്തിന് കൊടുത്തിരിക്കണ കാറാണ്. ഞാൻ ഇവിടെ നിന്ന് എടുത്തില്ലെങ്കിൽ ഈ കാർ ഇവിടെ നിന്ന് അനങ്ങൂല. മറ്റൊരു സത്യം നഗ്നമായ. നീ കുളിച്ചില്ലെങ്കിലും കാറ് കഴുകുന്നത് എന്തുകൊണ്ട്? കുളിച്ചില്ലെങ്കിലും ഞാൻ മാറില്ല, കാറ് മാറും. ഒട്ടുമിക്ക എല്ലാ ബോയ്സിന്റെയും ഒരു പ്രത്യേകതയാണെന്ന് തോന്നുന്നു. അവർക്ക് കാറ് കഴുകാൻ വേറെ ഡ്രസ്സ്, പുറത്തിടാൻ വേറെ ഡ്രസ്സ്, വീട്ടിലിടാൻ വേറെ ഡ്രസ്സ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എല്ലാം കൂടെ ഒരു ഡ്രസ്സാണ്. പക്ഷെ ഗേൾസ് ആകുമ്പോൾ എല്ലാത്തിനും വേറെ വേറെ ഡ്രസ്സ് ഉണ്ടാവും. ഡ്രസ്സ് വേറെ വേറെ ഇല്ലെങ്കിലും കാറിനെ വാഷ് ചെയ്യണ ക്ലോത്ത് വേറെ വേറെ ഉണ്ട്. ഇത് നമ്മുടെ ബോഡി വാഷ് ചെയ്യണ ക്ലോത്താണ്. ബാക്കി ക്ലോത്ത് ഞാൻ കാണിച്ചു. ഈ ക്ലോത്ത് ബോഡിയൊക്കെ തുടയ്ക്കാനുള്ള ക്ലോത്ത്, ഇത് നമ്മുടെ വീല് തുടയ്ക്കാനുള്ള ക്ലോത്താണ്. ഈ 3Mന്റെ കാർ വാഷ് ഷാമ്പൂ ആണ് നമ്മൾ യൂസ് ചെയ്യാറ്. മുന്നേ ഇത് തന്നെയാണല്ലേ യൂസ് ചെയ്യണേ, ഈ 3M. ചിക്കു ജിമ്മിൽ പോകാനായിട്ട് ഇറങ്ങി. ഒരു സെക്കൻഡ്. സിബിനണ്ണനെ നിങ്ങൾ എല്ലാവരും വ്ളോഗിൽ കുറച്ചുപേരെ കണ്ടിട്ടുണ്ടാവും. സ്ഥിരം കാണുന്നവർക്ക് അറിയായിരിക്കും. അപ്പൊ അണ്ണന്റെ പപ്പ ഒരു ആക്സിഡന്റ് ആയിട്ട് കിടക്കായിരുന്നു, ഒരു ബൈക്കുമായിട്ട് കൂട്ടിയിടിച്ചിട്ട്. അപ്പൊ ആക്സിഡന്റ് കഴിഞ്ഞ് കയ്യിലൊരു ഫ്രാക്ചർ ഒക്കെ ഉണ്ട്. അതിന്റെ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 1 വീക്ക് ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു ചെസ്റ്റ് പെയിൻ ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഒരു മൈൽഡ് MI ഒക്കെ ആയിരുന്നു. അപ്പൊ അങ്ങനെ അങ്കിൾ വീട്ടിൽ റെസ്റ്റിലാണ്. ഇന്ന് നമ്മൾ അങ്ങോട്ട് പോകാന്ന് വിചാരിക്കുന്നുണ്ട്. പപ്പ കട അടച്ചിട്ട് അവിടെ നിൽക്കും. അപ്പൊ ഞാനും ചിക്കുവും പപ്പയായിട്ടാണ് പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. ഇതൊരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു ഇതാണ്. വൈകിട്ട് ചിക്കു വന്നപ്പോഴാണ് പറഞ്ഞത് നമുക്ക് ഇന്ന് നോക്കി പോവാന്ന്. ഇപ്പം ഷോപ്പ് തുടങ്ങിയതിന് ശേഷം നമുക്ക് സത്യം പറഞ്ഞാൽ തീരെ സമയം കിട്ടാറില്ല. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ നമ്മൾ ഇന്ന് നൈറ്റ് അങ്ങോട്ട് പോകുന്നുണ്ട്. ഇപ്പൊ ഒരു 8 മണിയൊക്കെ ആവാറായി. ചിക്കു ജിമ്മിൽ നിന്ന് വന്നിട്ടില്ല. ചിക്കു വന്ന് റെഡി ആയിട്ട് നമ്മൾ ഒന്നിച്ച് പപ്പയും കൂട്ടി അങ്ങോട്ട് പോകും. ട്രിവാൻഡ്രത്താണ്. അപ്പം ചിക്കു ജിമ്മിലൊന്ന് വന്നിട്ടുണ്ട്. യൂഷ്വലി അവൻ വരുന്നതിനേക്കാളും കുറച്ചും കൂടി ലേറ്റ് ആയിപ്പോയി. അവന് നടത്തം കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും അവന് ലെഗ് ഡേ ആയിരുന്നു. എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ അവനെ കണ്ട് ചിരി വരുന്നുണ്ട്. അപ്പം ഇനി അവൻ പോയി കുളിച്ച് റെഡി ആയിട്ട് നമ്മളിനി ഫുഡ് കൂടെ കഴിച്ചിട്ട് ഇറങ്ങും. അല്ലെങ്കിൽ തിരിച്ചു വരുമ്പം ലേറ്റ് ആയിപ്പോവും. അപ്പം കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഞാൻ ദോശയാണ് കഴിക്കുന്നത്. ദോശയും മീനച്ചാറും നല്ല കോമ്പിനേഷനാണ്. ചിക്കു മീനച്ചാറ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൻ ഷോപ്പിലായിരുന്ന സമയത്തായിരുന്നു നമ്മൾ വെച്ചത്. അപ്പം അവൻ ചോറും മീനച്ചാറുമാണ് കഴിക്കുന്നത്. 8:30 കുറച്ച് ലേറ്റായി. ചിക്കു വന്ന് പിന്നെ റെഡിയായി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങുന്നത്.
ഷർട്ടിട്ടുണ്ടോ? വ്ളോഗ് ഹലോ അവിടെ നീ രണ്ടുപേരുണ്ടല്ലോ. സബ്സ്ക്രൈബ് ചെയ്താ ഞാൻ അറിയിക്കും അങ്കിള് ഫുഡ് ഉണ്ടാക്കണ. സിബിനാണ് അങ്കിളിനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത്. ഫാമിലി ഗ്രൂപ്പിൽ ഞാൻ ഇടും. പ്രത്യേകിച്ച് അനൂപാണ് അയച്ചു. ഗ്രൂപ്പിലല്ല, ഞാൻ യൂട്യൂബിൽ. കമാണ് കമ എടുത്ത ആ ചിക്കൻ ഞാൻ മറ്റേ എന്തോ മുഹൂർത്തങ്ങള് ഒരിക്കലും നടക്കാത്ത മുഹൂർത്തങ്ങൾ ഒപ്പിയെടുക്കട്ടെ. എനിക്കിപ്പോ ടോട്ടൽ പോയിന്റ്സ് 7,885. ഇത്രയൊക്കെ എനിക്ക് സാധനം വാങ്ങിക്കാമോ? റെഡി ഓക്കെ ബൈ. ഇതാണ് കാണാൻ വന്നത്. അതൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ പറഞ്ഞു. നമ്മൾ സിബിനാന്റെ വീട്ടിലൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിലെത്തി. 12 മണി കഴിഞ്ഞു. നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പറഞ്ഞു നല്ല ചില്ലായിട്ടുള്ള ഒരു ദിവസമായിരിക്കുന്നു. പക്ഷെ ഭയങ്കര ഹെക്ടിക് ആയിരുന്നു, നല്ല ടയേർഡായി. ഇടയിൽ വാഷിംഗ് മെഷീൻ കൂടെ ചീത്തതായതാണ് കുറച്ചും കൂടെ പണിയായത്. അപ്പൊ എന്തായിരുന്നാലും എൻ്റെ ഒരു ലീവ് ദിവസം, വീട്ടിൽ നിൽക്കുന്ന ദിവസം ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ്. മിക്ക ദിവസം വീട്ടിൽ കാണൂല. വീട്ടിലുള്ള ദിവസങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.